ടോയിങ് ചാർജ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഇൻഷുറൻസിൽ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനിയിൽ ആഡ് ചെയ്യാം. മാത്രമല്ല നമുക്ക് സെൽഫ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വേണമെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ഇൻഷുറൻസ് കവറേജിൽ നമുക്ക് ആഡ് ചെയ്യാം. അതിന് ഒരു അപകടം സംഭവിക്കുക അല്ലെങ്കിൽ അപകടത്തിലല്ലാതെ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടുള്ള നഷ്ടപരിഹാരങ്ങൾ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി വഹിക്കും. ആ ഒരു അപകടം സംഭവിക്കുമ്പോൾ അതേസമയം ആ മൂന്നാമത്തെ ഒരു വ്യക്തിക്ക് ഉണ്ടായ നഷ്ടം പോലെ തന്നെ എനിക്കും ഉണ്ടാവും. എൻ്റെ വാഹനത്തിന് നഷ്ടം ഉണ്ടാവും, എനിക്കും കാര്യമായിട്ടുള്ള പരിക്കേൽക്കും. പക്ഷേ എനിക്കോ എൻ്റെ വാഹനത്തിന് സംഭവിക്കുന്ന നഷ്ടത്തിന് ഞാൻ തന്നെയാണ് ഉത്തരവാദി. ഞാൻ തന്നെ അതിനുള്ള പൈസ ഞാൻ ചെലവാക്കണം. അതിന് ഇൻഷുറൻസ് കമ്പനി ഉത്തരവാദിയല്ല. ദിസ് ഈസ് റേഞ്ച് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ വാഹനത്തിന് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസിയാണ് യൂസ് ചെയ്യേണ്ടത്, അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും, മാത്രമല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം ബെനിഫിറ്റ് നേടിയെടുക്കുക. എന്നിട്ട് മറക്കാതെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്നാലേ ഈ ഒരു ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതിനെ പറ്റിയുള്ള ബെനിഫിറ്റ്സ് അവർക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മറക്കാതെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇൻഷുറൻസിന്റെ ബേസിക് ടേംസ് എന്ന് പറഞ്ഞുതരാം. നിങ്ങളിത് പല രീതിയിൽ പലവിടെ നിന്ന് കേട്ടിട്ടുണ്ടാവും, പക്ഷേ കൂടുതൽ പേർക്കും ഇതെന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് പറഞ്ഞുതരാം. ഇൻഷുറൻസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന 3 ടേമാണ്: ഫസ്റ്റ് പാർട്ടി, സെക്കൻഡ് പാർട്ടി, തേർഡ് പാർട്ടി. ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആ ഇൻഷുറൻസ് എടുത്ത ആൾ. ഇപ്പോൾ ഒരു ബൈക്കോ കാറോ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എൻ്റെ പേരിലായിരിക്കും ആ ബൈക്കും കാറും. അപ്പോൾ ആ ഇൻഷുറൻസിന്റെ ഹോൾഡർ ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഞാനാണ്. മനസ്സിലായില്ലേ? ഇനി സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് എനിക്ക് ഇൻഷുറൻസ് തന്ന കമ്പനി, ആ ഇൻഷുറൻസ് കമ്പനിയാണ് സെക്കൻഡ് പാർട്ടി. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ കാറോ ബൈക്കോ യൂസ് ചെയ്ത് ഒരു അപകടം ഉണ്ടാക്കി. ആ അപകടം കാരണം നഷ്ടം സംഭവിച്ച മൂന്നാമതായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി ആയിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ഇൻഷുറൻസിനെ പറ്റി സംസാരിക്കാം. അതായത് പൊതുവെ നമുക്ക് 3 ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് നമ്മുടെ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് പൊതുവെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമുള്ളത് തേർഡ് പാർട്ടി, രണ്ടാമതുള്ളത് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ്, തേർഡ് ആയിട്ടുള്ളത് സീറോ ഡിപ്രിസിയേഷൻ ഇൻഷുറൻസ്. ആദ്യം നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസിനെ പറ്റി സംസാരിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ മൂലം നഷ്ടമുണ്ടായ മൂന്നാമതൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി, ആ നഷ്ടം മാത്രമേ ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യുള്ളൂ. നമ്മൾക്കുണ്ടായ നഷ്ടങ്ങളൊന്നും ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യില്ല. ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനം അല്ലെങ്കിൽ എൻ്റെ കാറ് അല്ലെങ്കിൽ ബൈക്ക് ഉപയോഗിച്ച് ഒരു മൂന്നാമതൊരാളുടെ വീട്ടിൽ അല്ലെങ്കിൽ അയാളുടെ സ്ഥാപനത്തിൽ എവിടെ പോയി വണ്ടി കൊണ്ട് ഇടിച്ചു, എന്നിട്ട് അതിൽ കുറേ നഷ്ടം സംഭവിച്ചു. ഈ നഷ്ടങ്ങളെല്ലാം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയതുകൊണ്ട് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കും. അതിനുള്ള നഷ്ടപരിഹാരം നമ്മുടെ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. അതേപോലെ തന്നെ ഞാനിപ്പോൾ ആ ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ വീടിനോ ഇടിക്കണതിന് പകരം മൂന്നാമതൊരാളെ പോയി ഞാൻ ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്കുണ്ടായ പരിക്ക്, അത് ചെറിയ പരിക്കായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അതിന് ഇൻഷുറൻസ് കമ്പനി ആ ഒരു പരിക്കിന് വേണ്ടിയുള്ള നഷ്ടപരിഹാരം അയാൾക്ക് കൊടുക്കും. ഇപ്പോൾ അയാൾക്ക് കാര്യമായിട്ടുള്ള പരിക്കായിട്ടാലും അത് ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. അയാൾക്ക് മരണം സംഭവിച്ചാലും അതിന് വേണ്ടിയുള്ള നഷ്ടപരിഹാരം നമ്മുടെ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. അതാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് എടുത്ത ആൾക്ക് കാര്യമായിട്ട് ഒരു ഗുണം ഉണ്ടാവില്ല. ഇപ്പം ആ ഒരു അപകടം സംഭവിക്കുമ്പോൾ അതേസമയം ആ മൂന്നാമത്തെ ഒരു വ്യക്തിക്ക് ഉണ്ടായ നഷ്ടം പോലെ തന്നെ എനിക്കും ഉണ്ടാവും. എൻ്റെ വാഹനത്തിന് നഷ്ടം ഉണ്ടാവും, എനിക്കും കാര്യമായിട്ടുള്ള പരിക്കേൽക്കും. പക്ഷേ എനിക്കോ എൻ്റെ വാഹനത്തിന് സംഭവിക്കുന്ന നഷ്ടത്തിന് ഞാൻ തന്നെയാണ് ഉത്തരവാദി. ഞാൻ തന്നെ അതിനുള്ള പൈസ ഞാൻ ചെലവാക്കണം. അതിന് ഇൻഷുറൻസ് കമ്പനി ഉത്തരവാദിയല്ല. അങ്ങനെയായിരിക്കും ഈ ഇൻഷുറൻസ്. ഓക്കെ, നമുക്ക് വല്ല നഷ്ടങ്ങൾ സംഭവിച്ചാൽ നമ്മൾ തന്നെ അതിൻ്റെ ചിലവ് ഏറ്റെടുക്കണം. പക്ഷേ മൂന്നാമതൊരു വ്യക്തിക്കോ പ്രോപ്പർട്ടിക്കോ ആണ് നഷ്ടം സംഭവിക്കുന്നതെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നോക്കിക്കോളും. നമ്മൾ അതിനെപ്പറ്റി ബോധറാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ തേർഡ് പാർട്ടി ഇൻഷുറൻസ്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ടാമതായിട്ടുള്ള കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ്. ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിയായ എനിക്കും എൻ്റെ വണ്ടിക്കും കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഈ ഒരു ഇൻഷുറൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്. അപ്പോൾ നമുക്ക് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിനെ പറ്റി ഡീറ്റെയിൽ ആയി സംസാരിക്കാം. ഈ ഒരു കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ആണ് നിങ്ങളുടെ വണ്ടിക്ക് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അപകടം സംഭവിക്കുക അല്ലെങ്കിൽ അപകടത്തിലല്ലാതെ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടുള്ള നഷ്ടപരിഹാരങ്ങൾ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി വഹിക്കും. മാത്രമല്ല ആ അപകടത്തിലൂടെ ആ പോളിസി ഹോൾഡറായ എനിക്കെന്തെങ്കിലും പരിക്ക് സംഭവിച്ചാൽ അതിന് വേണ്ടിയുള്ള ഹോസ്പിറ്റൽ ചാർജസ്, നഷ്ടപരിഹാരങ്ങൾ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി വഹിക്കും. മാത്രമല്ല ആ അപകടത്തിലൂടെ എനിക്ക് മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ എൻ്റെ നോമിനീസിന് അല്ലെങ്കിൽ അവകാശികൾക്ക് അതിന് വേണ്ടിയുള്ള നഷ്ടപരിഹാരമായിട്ടുള്ള ഒരു തുക കൈമാറും. ഇതാണ് അപ്പോൾ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് യൂസ് ചെയ്താലുള്ളൊരു ഗുണം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ കാറിനോ അല്ലെങ്കിൽ ബൈക്കിനോ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു അപകടം സംഭവിക്കുക അല്ലാതെയോ നഷ്ടങ്ങൾ സംഭവിച്ചാൽ അത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി വഹിക്കുമെന്ന്.
പക്ഷെ അതിന് കുറച്ച് വ്യവസ്ഥകളുണ്ട്. ഇപ്പോൾ ഒരു അപകടത്തിലൂടെ നമ്മുടെ വാഹനത്തിന് പ്ലാസ്റ്റിക് പാർട്സിലാണ് കാര്യമായിട്ടുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് പാർട്സിന്റെ എത്രയാണോ വില അതിന്റെ 50% മാത്രമേ ഇൻഷുറൻസ് കമ്പനി വഹിക്കുള്ളൂ. അതേസമയം നമ്മുടെ വാഹനത്തിന്റെ മെറ്റൽ പാർട്സിനാണ് കംപ്ലൈന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വില എങ്ങനെ നിശ്ചയിക്കാന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് എത്ര ഏജ് ആയി അതിനനുസരിച്ചായിരിക്കും ആ മെറ്റൽ പാർട്സിന്റെ വില അവര് നഷ്ടപരിഹാരമായിട്ട് തരിക. മാത്രമല്ല ഇപ്പൊ നമ്മുടെ കാറിന്റെ ബൈക്കിന്റെ റബ്ബർ പാർട്സിലാണ് കാര്യമായിട്ടുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റബ്ബർ പാർട്സിന്റെ വില എത്രയാണോ അതിന്റെ 30% ചെലവ് മാത്രമേ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി വഹിക്കുള്ളൂ. ഇനി ബാറ്ററി ടയേഴ്സിന് ഏകദേശം 50% ചെലവും അവർ വഹിക്കും. പക്ഷേ ചില ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസിയിൽ ഈ ബാറ്ററിയുടെയും ടയറിന്റെയും കാര്യം ഇൻക്ലൂഡ് ആയിരിക്കില്ല. അപ്പൊ അതിനുള്ള ചെലവ് നമ്മൾ തന്നെ എടുക്കേണ്ടി വരും. അത് നിങ്ങൾ കൃത്യമായി ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി വായിച്ചതിന് ശേഷം മാത്രം ആ ഒരു ഇൻഷുറൻസ് എടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ കാറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എയർ ബാഗിന് കാര്യമായിട്ട് ഡാമേജ് സംഭവിച്ചാൽ ആ ഒരു ആക്സിഡന്റിലൂടെ അതിന്റെ 50% ചെലവ് മാത്രമേ ഇൻഷുറൻസ് കമ്പനി വഹിക്കുള്ളൂ. അപ്പൊ ഇതാണ് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിന്റെ കുറച്ച് വ്യവസ്ഥകൾ. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ എങ്ങനെയാണ് സംഭവം എന്ന്. ഇനി നമ്മൾ മൂന്നാമത് പറയാൻ പോകുന്നത് സീറോ ഡിപ്രീസിയേഷൻ ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ഇൻഷുറൻസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിനെയും അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വില കൂടിയത് മാത്രമല്ല ഗുണം കൂടിയ ഒരു ഇൻഷുറൻസ് ആണ് സീറോ ഡിപ്രീസിയേഷൻ ഇൻഷുറൻസ് പോളിസി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഈ ഒരു ഇൻഷുറൻസിലുണ്ട്. വളരെ സിമിലർ ആണ് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സീറോ ഡിപ്രീസിയേഷൻ ഇൻഷുറൻസ്. മാത്രമല്ല ഞാൻ അതിൽ കുറച്ച് വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഓരോ പാർട്ടിനും ഇത്ര ശതമാനമായിരിക്കും കോസ്റ്റ് എന്നുള്ളത്. പക്ഷേ സീറോ ഡിപ്രീസിയേഷനിൽ വരുമ്പോൾ ഇവിടെ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ഡാമേജ് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു പാർട്ടിന്റെ ഫുൾ വിലയും അതായത് 100% കോസ്റ്റും നമ്മുടെ ഇൻഷുറൻസ് കമ്പനി വഹിക്കും. മാത്രമല്ല ലേബർ ചാർജ് അടക്കം നമ്മുടെ ഇൻഷുറൻസ് കമ്പനി വഹിക്കുന്നതായിരിക്കും. ഞാൻ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിൽ പറഞ്ഞ പോലെ തന്നെ ബാറ്ററിയുടെയും ടയറിന്റെയും കാര്യം ചില കമ്പനിയുടെ ഇൻഷുറൻസ് പോളിസിയിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിന്റെ ചെലവ് നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ പോളിസി വായിച്ച് മനസ്സിലാക്കി ഏത് കമ്പനി വേണമെന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ സീറോ ഡിപ്രീസിയേഷനിൽ നമുക്ക് കുറച്ച് ഓപ്ഷണലായിട്ട് കുറച്ച് ബെനിഫിറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് അതിന് പൈസ കൂടുതലായിരിക്കും ഇങ്ങനെ നമ്മൾ കുറച്ച് ആഡ് ചെയ്യുമ്പോൾ. അതായത് നമുക്കിപ്പോൾ ഒരു വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് സംഭവിച്ച് അതിന് ടോയിങ് ചാർജ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഇൻഷുറൻസിൽ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനിയിൽ ആഡ് ചെയ്യാം. മാത്രമല്ല നമുക്ക് സെൽഫ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വേണമെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ഇൻഷുറൻസ് കവറേജിൽ നമുക്ക് ആഡ് ചെയ്യാം. അതിനനുസരിച്ച് പൈസ കൂടുതലുണ്ടാവും. നമുക്ക് വല്ല അൺസർട്ടനിറ്റി അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലെയിം ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഇതിന്റെ ഒരു ചെറിയൊരു പ്രോസസ്സിംഗ് ഫ്രീ ഉണ്ടാവും. അത് നമ്മൾ കറക്റ്റായിട്ട് പേ ചെയ്യണം. എല്ലാ ക്ലെയിമിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വലിയ തുകയൊന്നും വരില്ല, കൂടുതൽ 1000 രൂപയ്ക്കുള്ളിലാണ് അത് വരാറ്. അപ്പോൾ ഇതൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസികൾ. ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ് ഇതിൽ ഏത് ഇൻഷുറൻസ് പോളിസിയാണ് നിങ്ങളുടെ ബൈക്കിൽ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാറിന് യൂസ് ചെയ്യണമെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും എപ്പോഴും സീറോ ഡിപ്രീസിയേഷൻ ഇൻഷുറൻസ് പോളിസി തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ കയ്യിൽ എപ്പോഴും പൈസ സ്റ്റോക്കായി വേണമെന്നുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് പൈസ ചിലവായി പോയിണ്ടാവും. അപ്പോൾ ഇങ്ങനെ വല്ല അപകടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടി തിരിച്ച് നമുക്ക് നേരാക്കി എടുക്കാനൊക്കെ നല്ല രീതിക്ക് ചിലവും. പ്രത്യേകിച്ച് കാറൊക്കെ ആണെങ്കിൽ ലക്ഷങ്ങളടക്കം പൈസ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ സീറോ ഡിപ്രീസിയേഷൻ എപ്പോഴും നല്ലൊരു ഓപ്ഷനാണ്. അത് ഇൻഷുറൻസ് കമ്പനി അതിന് വേണ്ടിയുള്ള നഷ്ടങ്ങളെല്ലാം അവർ വഹിക്കും. അപ്പോൾ അതല്ലേ ഏറ്റവും ബെറ്റർ. പിന്നെ നിങ്ങളുടെ വണ്ടി ഒരുപാട് പഴക്കം ചെന്നാണ് അല്ലെങ്കിൽ ഒരു 7 വർഷത്തിലേക്ക് കൂടുതൽ പഴകുകയാണെങ്കിൽ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ചെറിയ രീതിക്കാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. 7 വർഷം പഴകിയ വണ്ടിക്കൊക്കെ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് യൂസ് ചെയ്യാം. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒരിക്കലും യൂസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഒരു രീതിയിലും ഇൻഷുറൻസ് എടുക്കാൻ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസിലേക്ക് പോകാം. അതാണ് നമ്മുടെ നിയമം ആവശ്യപ്പെടുന്ന ഏറ്റവും മിനിമം ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്. അപ്പോൾ മാക്സിമം നിങ്ങൾ കോംപ്രിഹെൻസീവിലേക്ക് പോവുക. ഏറ്റവും ബെസ്റ്റ് സീറോ ഡിപ്രീസിയേഷൻ പോളിസി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് എടുക്കുക. തേർഡ് പാർട്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഗുണമില്ല. തേർഡ് പാർട്ടിക്കാണ് അതിനുള്ള ഗുണം മുഴുവൻ ഉള്ളത്. അതുകൊണ്ട് മാക്സിമം സീറോ ഡിപ്രീസിയേഷൻ ഒരു 7 വർഷം താഴെ പഴക്കമുള്ള വണ്ടിക്ക് സീറോ ഡിപ്രീസിയേഷൻ ചൂസ് ചെയ്യുക. 7 വർഷത്തിൽ കൂടുതൽ ഏജായ വണ്ടിക്ക് കോംപ്രിഹെൻസീവ് ഡിപ്രീസിയേഷൻ ചൂസ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ മറക്കാതെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പലർക്കും അറിയില്ല. അങ്ങനെ കുറേ പേരെ പറ്റിക്കുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനിയും കാര്യങ്ങളെല്ലാം. നമ്മുടെ അവകാശങ്ങളെല്ലാം കൃത്യമായി നമുക്ക് അറിയണം. അവസരങ്ങളിൽ നമ്മൾ മാക്സിമം അത് യൂസ് ചെയ്യുകയും ചെയ്യണം. കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, പിന്നെ ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ട അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇൻഷുറൻസിനെ പറ്റിയുള്ള വീഡിയോസ്
ഇനി ഇടാം. അതായത് ഇനി എങ്ങനെ ക്ലെയിം ചെയ്യാം, അങ്ങനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇനി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്കും ചെയ്യാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് പിന്നെയും കാണാം. അതിനു മുമ്പ് നിങ്ങൾക്ക് വല്ല സജഷൻ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക.